അസ്സലാമു അലൈക്കും. അപ്പോൾ ഇവിടെ ചൂലുമുറം കഴിഞ്ഞില്ലേ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവില്ലേ, ഇത് ഷോപ്പ് ക്ലീൻ ചെയ്യാണ് കേട്ടോ. അപ്പോൾ നോമ്പൊക്കെ കാണുന്നതിന് മുന്നേ എല്ലായിടും ഒന്ന് ക്ലീൻ ആക്കി ഇടുന്നത് നല്ലതാണല്ലോ. പിന്നെ ഇപ്പോൾ ഈ നനച്ചുള്ളി എന്ന് പറയുമ്പോൾ നമ്മൾ റമദാൻ മാസത്തിൽ ഇങ്ങനെ കൂടുതലായിട്ട് പണികൾ എടുക്കേണ്ട, കാര്യമായിട്ട് ഒത്ത് നിസ്കാരം അങ്ങനെയൊക്കെ ആവണം വിചാരിച്ചിട്ടാണല്ലോ എല്ലാം ക്ലീൻ ആക്കിയിരുന്നത്. അപ്പോൾ ഷോപ്പ് കൂടി ഒന്നാണ് ഡീപ്പ് ക്ലീൻ ചെയ്യാൻ വിചാരിച്ചു. റമദാനിൻ്റെ മുന്നേയായിട്ട് മാറാലൊക്കെ തട്ടിയിട്ടൊന്ന് അടിച്ചു വാരിയിട്ടു. പിന്നെ ഇപ്പോൾ ഈ ഷോപ്പിലൊന്നും അത്ര വലിയ പണി ഉണ്ടാവില്ല, എന്നാലും എന്താ ഈ റാക്കിൻ്റെ മുകൾ ഭാഗത്ത് അസലായിട്ട് പൊടിയുണ്ട് കേട്ടോ. അതിന് അതുള്ളൂ കാര്യമായിട്ടൊരു പണി വരുന്നത്. ബാക്കിയൊന്നും വലിയ റിസ്ക്കുള്ള പണിയില്ല കേട്ടോ ഷോപ്പിൽ. കാരണം നമ്മളെപ്പോഴും കസ്റ്റമേഴ്സ് വരുന്നതല്ലേ വെച്ചിട്ട് നീറ്റാക്കി ഇടുന്ന സ്ഥലങ്ങളാണല്ലോ. ഇവിടെ പിന്നെ ഒരു വട്ടം തുടച്ചിട്ട് ഒന്നും ആവില്ല കേട്ടോ. 1, 2, 3 വട്ടമൊക്കെ തുടച്ചതിന് ശേഷമാണ് നല്ല വൃത്തിയായി കിട്ടിയത്. നല്ല പൊടി ഉണ്ടായിരുന്നു. ഇനിയുള്ളൊരു പണി പറയുമ്പോൾ ഈ ഫാനുകൾ രണ്ടും തുടച്ചിടലാണ്. 2 അല്ല 3 ഉണ്ട് കേട്ടോ. പിന്നെ അപ്പോൾ അത് തുടക്കണം. അതിനായിട്ട് വെള്ളം മാറ്റിയിട്ട് വന്നു കേട്ടോ. പിന്നെ നിലത്ത് നമ്മൾ മുകൾ ഭാഗം തുടക്കുമ്പോൾ നിറയെ വെള്ളമായിട്ടുണ്ടായിരുന്നു. അതും കൂടെ തുടച്ചെടുത്തു. അഥവാ ഇനി കസ്റ്റമേഴ്സ് എങ്ങാനും വന്നാൽ നമ്മളവരെ പറഞ്ഞു വിടും വേണ്ടല്ലോ വിചാരിച്ചിട്ട്. ഫാനൊക്കെ തുടക്കൽ കഴിഞ്ഞാൽ പിന്നെ ക്യാഷ് കൗണ്ടർ ക്ലീൻ ആക്കിയിട്ടു കേട്ടോ. എല്ലായിടത്തും പൊടി ഉണ്ടായിരുന്നു. പിന്നെ അതൊക്കെ ഒന്ന് റെഡിയാക്കി വെച്ചതിന് ശേഷം എല്ലായിടം ഒന്ന് തുടച്ചെടുത്തു. പിന്നെ ഗ്ലാസും കൂടി തുടച്ചെടുത്തു കേട്ടോ. പിന്നെ നിറയെ ചെടികളുണ്ടായിരുന്നു. പ്ലാസ്റ്റിക്കാണ്, അപ്പോൾ നിറയെ പൊടിയായിട്ട് ഭയങ്കര പൊടി ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകി വെയിലത്ത് വെച്ചു. പിന്നെ എനിക്ക് ഡോക്ടറിനെ കാണാൻ പോകുന്നായിരുന്നു. നല്ല സുഖം ഉണ്ടായിരുന്നില്ല, പനിയൊക്കെ ആയിട്ട്. അപ്പോൾ അത് ഇപ്പോഴൊക്കെ ഒന്ന് ക്ലീൻ ആക്കിയിട്ടതിന് ശേഷം ഞാൻ വേഗം ഡോക്ടറെ അടുത്ത് പോയിട്ടോ. അവിടെ അടുത്ത് തന്നെയാണ്, നമുക്ക് നടന്ന് പോകാനുള്ളതേ ഉള്ളൂ. ഞാൻ രാവിലെ ടോക്കൺ എടുത്തിട്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നോക്കുമ്പോൾ 70 സംതിങ് ആയിരുന്നു, എൻ്റെ 97 അപ്പോൾ ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് വരാൻ വിചാരിച്ചിട്ട് പോയി. പക്ഷേ ഇപ്പോൾ നോക്കുമ്പോൾ രാവിലത്തേക്കാളും തിരക്കുണ്ടായിരുന്നു. കുറേ നേരം വെയിറ്റ് ചെയ്തിരിക്കേണ്ടി വന്നു. എന്നിട്ട് പിന്നെ അങ്ങനെ മരുന്നൊക്കെ വാങ്ങി നേരെ കടയിൽ പോയിട്ട് വേഗം ഭക്ഷണം കഴിച്ചിട്ട് ഗുളിക കഴിച്ചു കേട്ടോ. അത്രയ്ക്ക് വയ്യായിരുന്നു. ഇപ്പോഴും സൗണ്ടൊന്നും ശരിയായിട്ടില്ല. നല്ല കാറ്റുണ്ടായിരുന്നു. അപ്പോൾ കഴുകി വെച്ച് ചെടിച്ചട്ടികളൊക്കെ ഉണ്ട് താഴത്ത് വീണെടുക്കണം. പിന്നെ അതൊക്കെ എടുത്ത് വെച്ചിട്ട് ഞാനങ്ങനെ ഭക്ഷണം കഴിച്ച് കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് എടുത്തു കേട്ടോ. പിന്നെ ഈ ഒരു ആങ്കറിട്ട കമ്പി കൂടി ഒന്ന് തുടച്ചിടാൻ വിചാരിച്ചിട്ട് പിന്നെ അതിന് നിന്നു. ആദ്യം ഫുള്ള് ഡ്രസ്സുകളും എടുത്ത് മാറ്റിയിട്ട് നന്നായി ഒന്ന് തുടച്ചിട്ടു കേട്ടോ.
അപ്പോൾ കടയത്തെ നനച്ചുള്ളി എന്ന് പറയാൻ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ.